മാഷേ നമസ്കാരം. നമസ്കാരം. മാഷേ, ലോകത്തോട് മുഴുവൻ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമേരിക്ക നമ്മൾ കാണുന്നത്. ഉം. അതും കലഹിക്കുന്ന അമേരിക്ക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ട്രംപ്. ഉം, ഉം. മുമ്പ് അങ്ങനെ കലഹിച്ചിരുന്ന ഒരു അമേരിക്ക നമ്മൾ കണ്ടിട്ടില്ല. നാടാടെ എന്ന് പറയാം. ഈ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തോട് മുഴുവനുള്ള ഈ കലഹം എന്ന് പറയുന്നത്, പക്ഷേ അമേരിക്ക ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു. തൊട്ട് അയൽവക്കത്തെ നല്ലോണം കൂടെ നിർത്താൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അയൽവക്കം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ലാറ്റിൻ അമേരിക്കയാണ്. അതിശക്തമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭൂമിയാണ്, പോരാട്ടങ്ങളുടെ ഭൂമിയാണ്. പക്ഷെ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ വളരെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള കൊളംബിയ ഒരു 70 വർഷത്തോളം കൂടെ നിർത്തിയ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് നിന്ന് അമേരിക്കയുമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നാടാണ്. ആ കൊളംബിയൻ പ്രസിഡന്റിനെ ഗുസ്താവോ പെട്രോയെ ട്രംപ് ഡ്രഗ് കാർട്ടൽ രാജാവ്, നേതാവ്, ഡ്രഗ് ലോഡ് എന്ന് വിശേഷിപ്പിച്ചു. എന്ന് വെച്ചാൽ അവിടെ നമുക്കറിയാം ഡ്രഗ് കാർട്ടൽസിൻ്റെ ഒക്കെ ഒരു കേന്ദ്ര ഭൂമിയാണ്. അപ്പം ഇത്തരത്തിൽ കൊക്കൈനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അത്തരത്തിലുള്ള ഒരു നാട്ടിലെ അതിൻ്റെ നേതാവ് എന്ന് പറഞ്ഞപ്പോൾ അയാളെ പ്രകോപിപ്പിച്ചു. ഒരു രാഷ്ട്ര നേതാവിനെ അങ്ങനെ വിളിക്കുക എന്ന് പറയുന്നത് പ്രകോപനപരമാണ്. അപ്പോൾ ഉടനെ തന്നെ അവർ അതിന് തിരിച്ചടി കൊടുത്തു. അവരുടെ അമേരിക്കൻ അംബാസിഡറെ തിരിച്ചു വിളിച്ചു അവർ. അപ്പോൾ അത് നയതന്ത്രപരമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ട്രംപ് അടുത്ത താരിഫ് ഭീഷണിയുമായിട്ട് വന്നിട്ടുണ്ട്. മാഷ്, അവിടെ ഉരുണ്ടുകൂടുന്ന ഈ ഒരു സംഘർഷാവസ്ഥ എന്തോന്ന് മണക്കുന്നുണ്ട് അവിടെ ലാറ്റിൻ അമേരിക്കയിൽ. മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര നയതന്ത്രത്തിലും ലാറ്റിൻ അമേരിക്കയിലെ സവിശേഷമായ രാഷ്ട്രീയത്തിലും പ്ലസ് കൊളംബിയക്കകത്തെ രാഷ്ട്രീയ മാറ്റങ്ങളിലും ഇത് അതിൻ്റെയൊക്കെ ഒരു ഒടുവിലത്തെ റിസൾട്ടാണ് ഈ കാണുന്നത്. അത് മാത്രമാണ് അത് മാത്രം എന്ന് വെച്ചാൽ അത് മതിയല്ലോ, ധാരാളമാണ്. കൊളംബിയ നമുക്കറിയാം. കൊളംബിയ അമേരിക്കയിലെ തന്നെ ഇപ്പോൾ അമേരിക്കയുടെ കരുത്ത് എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്ന നോർത്ത് അമേരിക്ക അല്ല. അതെ, നോർത്ത് അമേരിക്ക അല്ലല്ലോ. നോർത്ത് അമേരിക്കക്ക് കൾച്ചറലി ഏത് മേഖല എടുത്താലും ഹിസ്റ്റോറിക്കലി, കൾച്ചറലി, ഫിലോസഫിക്കലി, തിയോളജിക്കലി ഒന്നും എടുത്തു കഴിഞ്ഞാൽ വേരില്ലല്ലോ. ഇല്ല. നോർത്ത് അമേരിക്ക അവിടുത്തെ ആദിമ നിവാസികളെ ആട്ടി ഓടിച്ചിട്ട് വളരെ കുറച്ച് കാലം 15-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായ സാധനമല്ലേ. 500 കൊല്ലത്തിനപ്പുറമുള്ള ഒരു രാജ്യമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, സ്വാമി വിവേകാനന്ദന്റെ ചോദ്യമുണ്ട്. അതെ. അപ്പോൾ അത് ന്യായമാണല്ലോ. 500 വർഷത്തെ ചരിത്രം മാത്രം. കൃത്യമല്ലേ ഇത്. 1493 ശേഷം ഉണ്ടായ നാടാണ്. സൗത്ത് അമേരിക്ക അതല്ല. സൗത്ത് അമേരിക്കയിലെ എല്ലാ ദേശങ്ങളും വളരെ സമ്പന്നമായ കൊളംബിയയിലേക്ക് വന്നാൽ മാർക്കേസിന്റെ നാടാണ്. അതെ, പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. നമ്മളിപ്പോൾ ഗബ്രിയേൽ മാർക്കേസിന്റെ നാട് എന്ന് പറഞ്ഞാൽ ലോക സാഹിത്യത്തിന്റെ നാട് എന്നാണ്. ലോകത്തിലെ ഏറ്റവും ഏത് ഭാഷയിൽ സംസാരിക്കുന്നവനും, ഏത് ഭാഷയിൽ വായിക്കുന്നവനും, ഏത് ഭാഷയിൽ എഴുതുന്നവനും, ഏത് ഭാഷ ആസ്വദിക്കുന്നവനും മാർക്കേസിനെ അറിയാം. കവിതയിലേക്ക് വരുമ്പോൾ നെരൂദയുടെ നാട് ചിലി. ചിലി സൗത്ത് അമേരിക്കയിൽ ഒരുപാട് പേരുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ കൊളംബിയ എടുത്താൽ തന്നെ ചിലി, സൗത്ത് അമേരിക്ക മൊത്തത്തിൽ എടുത്താൽ പ്രതിഭകളുടെ കലവറയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് മാർക്കേസ് അങ്ങനെ എടുത്തു നോക്കൂ. ഇനിയിപ്പോൾ ലോകത്തിലെ മനുഷ്യന്റെ കരുത്തിന്റെ കളിയാണ് ഫുട്ബോൾ എടുത്തു നോക്കൂ. ഞാൻ ആദ്യം ഈ ഫുട്ബോള് അല്ലെങ്കിൽ ഈ സൗത്ത് അമേരിക്ക, കൊളംബിയ എന്നുള്ള രാജ്യമൊക്കെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഞാൻ കൊളംബിയ എന്ന് വായിക്കുന്നത് NS മാധവന്റെ കഥയിലാണ്, ഹിഗ്വിറ്റയിൽ. അപ്പൊ ഹിഗ്വിറ്റ മാത്രമല്ല, പിന്നെ അദ്ദേഹത്തെ നോക്കുമ്പോൾ ആ വിഷ്വൽസ് ഒക്കെ കണ്ടാൽ ഈ വായുവിൽ ഇങ്ങനെ ഭയങ്കരമായി വായുവിലൊരു പുഷ്പം പോലെ കറങ്ങി നടക്കുന്ന ഒരു കളിക്കാരൻ. പിന്നെ മാത്രമല്ല, ഗോളി എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച അവസാനം ഈ കളിക്കാരൊക്കെ കഴിഞ്ഞിട്ട് ഫൈറ്റേഴ്സ് അങ്ങനെ ഉണ്ടല്ലോ, ഈ ഗോളിക്ക് കളിയിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഗോളിയാണ് കളി എന്ന് മനസ്സിലാക്കി തന്ന കൊളംബിയൻ താരമാണ് ഈ ഹിഗ്വിറ്റ. അപ്പോൾ അങ്ങനെ കളിയിലെടുത്താലും സാഹിത്യത്തിലെടുത്താലും സംസ്കാരത്തിൽ എവിടെ എടുത്താലും കൊളംബിയ ഒരു പ്രധാനപ്പെട്ട ശക്തിയാണ്. പിന്നെ കൊളംബിയയുടെ അവരുടെ ശക്തി എന്താണ്? അവരുടെ അനുഭവങ്ങളാണ്. അവരെല്ലാം സ്വയം അനുഭവിച്ചവരാണ് എല്ലാ അർത്ഥത്തിലും. നീണ്ട അധിനിവേശം, അതും ആ അധിനിവേശവും അവർക്ക് കുറെ ഗുണം ചെയ്തു. ബ്രിട്ടന്റെ അധിനിവേശമായിരുന്നില്ല അവർക്ക് കിട്ടിയത് സ്പെയിനിന്റെ അധിനിവേശം. വലിയ വ്യത്യാസമുണ്ട്. സ്പാനിഷ് ഈ ഓക്യുപ്പേഷൻ വേറെ അനുഭവമാണ്. സ്പെയിനിൽ പറഞ്ഞ മാതിരി ലോക സാഹിത്യം എന്ന് പറഞ്ഞാൽ സ്പാനിഷാണ്. നമ്മൾ ഫ്രഞ്ച് സാഹിത്യം എന്ന് പറഞ്ഞാൽ സ്പാനിഷാണ്. അപ്പോ ഈ ലോകത്തിലെ വലിയ വമ്പന്മാരുടെ പ്രതിഭകളുടെ ഒരു രാജ്യം മറ്റൊരു നാടിന് സമ്പന്നമായ ഒരു സാംസ്കാരിക സമന്വയം അതിന്റെ ഗുണം അവർ കിട്ടി. 1810 വരെ അവര് നമ്മളെപ്പോലെ തന്നെ അവര് സ്പെയിനിന്റെ കോളനിയാണ്. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടും തീർന്നില്ല അവര്. നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്തിലേക്ക് ഉണർന്നു. പിന്നെ നമ്മൾ രാഷ്ട്ര നിർമ്മാണം തുടങ്ങി. ഘട്ടം ഘട്ടമായി വന്ന് ഇന്നിപ്പോൾ ലോകോത്തര ശക്തിയായിട്ട് നമ്മൾ മാറി. കൃത്യം 70-75 കൊല്ലം കൊണ്ടല്ലേ, 77 കൊല്ലം കൊണ്ട്.
അവരെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ പിന്നെ ആഭ്യന്തര യുദ്ധം തുടങ്ങി. ആഭ്യന്തര യുദ്ധം തുടങ്ങിയപ്പോൾ കൃത്യമായിട്ട് ഒരു ഭാഗത്ത് അമേരിക്ക അവരെ സഹായിക്കാൻ നിന്നു. അതോടുകൂടി ഇവർ അമേരിക്കയുടെ പോക്കറ്റിലായി. അങ്ങനെയാണ് അവർ ഈ യുദ്ധത്തിലൊക്കെ പോകുന്നത്. ഈ ഒന്ന് ഓർമ്മയുണ്ട്, പനാമ അമേരിക്കയുടെ താല്പര്യത്തിനാണ്. അറിയാലോ, നമ്മൾ സൗത്ത് അമേരിക്കക്കും നോർത്ത് അമേരിക്കക്കും ഇടയിൽ ഒരു കപ്പൽ ചാലിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പനാമ കടൽ. പനാമ കടൽ എന്നാണ് പറയുന്നതെങ്കിലും പനാമ കനാലാണ്, പനാമ കനാൽ. പനാമ കനാൽ ഉണ്ടാക്കുന്ന കാലത്ത് ഈ പനാമ എന്ന് പറയുന്ന പ്രദേശമൊക്കെ ഇവരുടെ കയ്യിലാണ്, കൊളംബിയയുടെ കയ്യിലാണ്. അപ്പോൾ അമേരിക്കക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവിടെ കലാപം ഉണ്ടാക്കി. ഈ പനാമ പ്രദേശവും കൊളംബിയൻ കലാപകാരികൾ ഉപയോഗിച്ചു. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആഭ്യന്തരമായ പ്രശ്നം ഉണ്ടായി. അവസാനം പക്ഷേ അത് പനാമ വിട്ടുകൊടുത്തു. പനാമ സ്വതന്ത്രമായപ്പോൾ റിപ്പബ്ലിക് പനാമ വേറെ രാജ്യമാണ്. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങി. 21 എനിക്ക് നല്ല ഓർമ്മ, 1921 എൻ്റെ ഓർമ്മ. 21 ഇവർ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്നത് എത്രയെന്നറിയോ? അന്നത്തെ $2.5 കോടി $2.5 കോടി വാങ്ങി. അതോട് എന്തായെന്ന് വെച്ചാൽ അത് മുഴുവനും അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഉപയോഗിച്ചു. കൊളംബിയ കുറെ കൂടി മുന്നേറി ഒരു ഭാഗത്ത്. അത് കഴിഞ്ഞപ്പോഴും പിന്നെ സമർത്ഥമായിട്ട് അമേരിക്ക സെക്കൻഡ് വേൾഡ് വാർ വന്നു. സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ അമേരിക്ക ഇവരെ കൂടെ നിർത്തി, കൊളംബിയയെ കൂടെ നിർത്തി. പൊരുതാൻ അവർ വേണം, അമേരിക്ക കാശും ആയുധവും കൊടുക്കും. ആൾക്കാരാണ് അത് വന്നു. മാത്രമല്ല അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ ഏറ്റവും നന്നായി പൊരുതിയ രാജ്യങ്ങളിൽ ഒന്നാണ് കൊളംബിയ. പട്ടാളക്കാരെ ഏറ്റവും കൂടുതൽ അയച്ചു കൊടുത്ത് ഏറ്റവും കൂടുതൽ പോരാളികളുള്ള നാട്. അത് കഴിഞ്ഞിട്ട് 45 കഴിഞ്ഞ് 50 കഴിഞ്ഞപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്ത് വീതം വെപ്പ് തുടങ്ങി. രാജ്യങ്ങൾ വീതം വെക്കാൻ തുടങ്ങിയപ്പോൾ ഓരോരോ രാജ്യം ഞങ്ങൾക്ക് വേണം. 2 ചേരിയാണല്ലോ, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. സോവിയറ്റ് യൂണിയന്റെ ഒരു ചേരി, സോവിയറ്റ് യൂണിയനും ഇപ്പുറത്ത് UN എന്നാണ് പറയാ. UN എന്ന് പറഞ്ഞാൽ US. അക്കാലത്ത് US തന്നെ. ഇപ്പൊ UN ആർക്കും വേണ്ടാത്തതുകൊണ്ട് US-നും വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോ ഇവരെന്ത് ചെയ്തു? അപ്പോഴാണ് ആ സമയത്താണ് കൊറിയൻ വാർ തുടങ്ങുന്നത്. അപ്പൊ ഇവർ പല രാജ്യങ്ങളും വെട്ടിമുറിച്ചെടുത്തു. ജർമ്മനിയെ വെട്ടിമുറിച്ചു, അത് ബെർലിൻ മതിൽ ഉണ്ടാക്കിയിട്ട്. അതുപോലെ തന്നെയാണ് ഇവര് കൊറിയയെ വീതിച്ചു. കൊറിയ 2 കൂട്ടർക്കും വേണം. കൊറിയ 2 കൂട്ടർക്കും വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാഗം സൗത്തും നോർത്തുമായിട്ട്, നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ആയിട്ട് വിഭജിച്ചു. ആ യുദ്ധം ഏതാണ്ട് 3 കൊല്ലം, എനിക്ക് തോന്നുന്നു 51 മുതൽ 1951 മുതൽ 50 മുതൽ 53 വരെയോ മറ്റോ നിന്നിട്ടുണ്ട്. 3 കൊല്ലം തുടർച്ചയായ യുദ്ധമാണ്. ബ്ലഡി വാർ ആയിരുന്നു. എത്ര കൊളംബിയക്കാരാണെന്നറിയോ അന്ന് ആ യുദ്ധത്തിൽ അമേരിക്ക കൊണ്ടുപോയി കുരുതി കൊടുത്തത്? ഈ പട്ടാളത്തെ കൊണ്ടുപോയിട്ട് അപ്പോൾ കൊളംബിയ അമേരിക്ക കൂട്ടി. എന്തിന്? പൊരുതാൻ വേണം. അപ്പൊ കൊറിയൻ വാറിന് വേണ്ടി പോലും ആലോചിച്ച് നോക്കൂ. സെക്കൻഡ് വേൾഡ് വാറിൽ പോയാൽ ലോകം മുഴുവൻ 2 ചേരിയായി നിന്നുകൊണ്ടാണ്. അത് കഴിഞ്ഞ് കൊറിയൻ വാറിൽ എന്തിനാണ് ഈ കൊളംബിയയെ കൊണ്ടുപോയി ചാവാനുമായിട്ട്? അപ്പൊ അങ്ങനെ കൊണ്ടുപോയി പറ്റിച്ചൊരു നാടാണ് അത്. അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കൊളംബിയ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങി. 2-3 കാര്യം. ഈ ലാറ്റിൻ അമേരിക്കയിലെ രാഷ്ട്രീയം മാറി തുടങ്ങി. ക്യൂബ പുറംതിരിഞ്ഞ് ഇടതുപക്ഷത്തേക്ക് വന്നു. വെനിസ്വേലയിൽ ഹ്യൂഗോ ഷാവേസ് വന്നു. ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോ വന്നു. അപ്പോ അങ്ങനെ ഒരു പുതിയ വെളിച്ചം വന്നു. അമേരിക്കൻ ചേരിക്ക് പകരം ഈ ഒരു പഴയ സോഷ്യലിസ്റ്റ് ചേരിക്ക് കുറെ കൂടി സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ഇവർ തകർന്നു പോയി ആദ്യം കുറച്ചു കാലം. പക്ഷെ ക്യൂബയും വെനിസ്വേലയും ഒക്കെ വന്നപ്പോൾ അവർക്ക് തന്നെ അവരുടേതായ രീതിയിൽ ആഗോള പിന്തുണയൊന്നും ഇല്ലാതെ തന്നെ പിടിച്ചു നിൽക്കാൻ അവർ മനസ്സിലാക്കി. അവരുടെ വിഭവങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോവുക. വെനിസ്വേലയുടെ പ്രശ്നം എന്തായിരുന്നു? അവിടുത്തെ എണ്ണ മുഴുവൻ അമേരിക്കയുടെ കയ്യിലാണ്. ഇതുപോലെയാണ് കൊളംബിയയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടുത്തെ മയക്കുമരുന്നാണ്, കൊക്കൈനാണ്. കൊക്കൈന് വലിയ മാർക്കറ്റ് ഉണ്ട്. കൊക്കൈൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണ്, US ആണ്. അപ്പോൾ US ചെയ്യുന്നൊരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊളംബിയൻ പ്രോജക്റ്റ് ഉണ്ടാക്കി. കൊളംബിയൻ പ്രോജക്റ്റ് എന്താ? കൊളംബിയയുടെ മണ്ണിൽ ഇനി കൊക്കൈൻ വളരാൻ പാടില്ല. അതാണ് പ്ലാൻ കൊളംബിയ അല്ലേ? പ്ലാൻ കൊളംബിയ എന്ന് വെച്ചാൽ അവിടുത്തെ കൊക്കൈൻ മുഴുവൻ ഇവർ ചുട്ടുകളയണം. എന്തിന്? സമർത്ഥമായിട്ട്, ഇത് ഇല്ലീഗലായിട്ട്. അപ്പൊ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട്. അമേരിക്കക്ക് എന്തും ചെയ്യാലോ. അമേരിക്കക്ക് ഫ്രീ ആയിട്ട് ഇത് അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുവരാനും കരിഞ്ചന്തയിൽ വിൽക്കാനുമാണ്. അതാണ് ഒരു തന്ത്രം. അതാണ് ഇതിനു വേണ്ടി ഇവർ ഉണ്ടാക്കിയ പദ്ധതി. ഒന്ന്, അവിടെ ബോധവൽക്കരണം, വലിയ ക്യാമ്പയിൻ നടത്തി. അമേരിക്കൻ പദ്ധതിയാണ്. രണ്ടാമത്തത് വലിയ സംഘത്തെ അയച്ചു. ഹെൽത്ത് മിഷൻ. നമ്മൾ ഹോളിവുഡ് സിനിമകളൊക്കെ കാണാം. അതിൽ ഇത്തരം ഈ കാർട്ടൂണിനെതിരായി പോരാടുന്ന സംഘത്തിനിടയിൽ ഒരു ഡോക്ടർ, ഒരു ലേഡിയൊക്കെ വരും. അവരായിരിക്കും മിക്കവാറും നായിക. അമേരിക്കൻ പരിപാടി. ഒന്ന് ഹെൽത്ത് മിഷൻ, രണ്ടാമത്തേത് മിലിറ്ററി മിഷൻ. പട്ടാളത്തെ അയച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയോ? അവിടെ കുറെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായി. എനിക്ക് തോന്നുന്നു കൊറിയൻ വാറിന് ശേഷം അവിടെ നിരന്തരമായ ആഭ്യന്തര, ഒന്നാമത് പോരാളികളാണ്. ഇവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. ആരെങ്കിലും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് കൊളംബിയക്കാരുടെ സ്വഭാവം അടിയാണ്. അവരുടെ ഒരു മാർഷ്യൽ ആർട്ടാണ്. പൊരുതുക എന്നുള്ള അവരുടെ രീതിയാണ്. ഒന്നുകിൽ ഫുട്ബോൾ പോരാട്ടമല്ലേ, ഭീകരമായ പോരാട്ടം, എല്ലാം അതാണ്. അപ്പൊ അവര് ആഭ്യന്തരമായി വലിയ കലാപം തുടങ്ങി. കക്ഷി തിരിഞ്ഞ് രാഷ്ട്രീയമായ പോര്, അങ്ങനെ നിരന്തരമായി ഗറില്ല വാർ അവരുടെ രീതിയാണ്. ആ പോരാട്ടം നടക്കുമ്പോൾ അതിനെതിരായി സൈന്യത്തെ അയച്ചു കൊടുത്തു. സൈന്യത്തെ അയച്ചു കൊടുക്കുന്നത് എന്തിനാ?
അവരുടെ സമ്പത്ത് ഊറ്റിയെടുക്കാനാണ്. അങ്ങനെയാണ് അമേരിക്ക. അമേരിക്ക ചൂഷണത്തിൽ നിന്ന് ഇവർ പുറംതിരിഞ്ഞു വന്നു. പക്ഷേ പല രാജ്യങ്ങളും തിരിഞ്ഞപ്പോഴും വെനിസുല തിരിഞ്ഞു വന്നു, ചിലി തിരിഞ്ഞു വന്നു, ബ്രസീൽ തിരിഞ്ഞു വന്നു, ഒന്നും അമേരിക്കയുടെ അടിമകളല്ലാതായി. പിന്നെ വന്നതാണ് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ 2022 ഇക്കഴിഞ്ഞ 3 കൊല്ലം മുമ്പുള്ള ഇലക്ഷനിലാണ് അവിടെ പെട്രോ വന്നത്. പെട്രോ വന്നപ്പോൾ ഈ സ്വഭാവം കാണിച്ചു. പെട്രോ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ, അവരുടേതായ ഒരു ദേശീയത ശക്തിപ്പെടുത്തി. അപ്പോൾ അവർ പറഞ്ഞ കാര്യമുള്ളൂ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ മണ്ണിൽ സമ്പന്നമായിട്ട് വളരുന്ന ഒരു സാധനമാണ് കൊക്കെയിൻ. ഈ സാധനത്തെ കത്തിച്ച് കളയുന്നത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നു. മാത്രമല്ല ഇതുകൊണ്ട് മാത്രം പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്ത് ഇത് നിയമാനുസൃതമായി ആരോഗ്യപരമായി ഉപയോഗിച്ചാൽ സമർത്ഥമായും നിയന്ത്രിതമായിട്ടും ഇത് വിപണനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് ഞങ്ങളുടെ തീരുമാനം, കത്തിച്ച് കളയലല്ല. കത്തിച്ച് കളയാൻ അമേരിക്ക പറഞ്ഞാൽ കേൾക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇവർ തമ്മിലുള്ള വാർ 90s അതിനിടയ്ക്ക് നിഷേധം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ നിഷേധിക്കുന്നത്. അതിനാണ് ഇപ്പൊ ഇദ്ദേഹം പറയും. പണ്ടും അയാൾ പേര് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ താല്പര്യങ്ങൾ അവരുടെ താല്പര്യങ്ങളെ നോക്കണ്ട, അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങളെ. ഇതാണോ കാരണം ഈ ഡ്രഗ്? അടിസ്ഥാന കാര്യം അതാണ്. അടിസ്ഥാന കാര്യം അത് മാത്രമല്ല, അമേരിക്ക ഭയപ്പെടുന്ന ഒരു പുതിയ ജിയോ പൊളിറ്റിക്സ് അവിടെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഒന്ന് അവിടെ ബ്രസീൽ എന്ന രാജ്യം അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ നിന്ന്, സൗത്ത് അമേരിക്കയിൽ നിന്ന് ബ്രസീൽ എന്ന രാജ്യം വലിയ തോതിൽ വളരുകയും ആ രാജ്യം ലോകത്തിലെ വമ്പന്മാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. ചൈനയുടെയും റഷ്യയുടെയും ഇന്ത്യയുടെയും കൂടെ സൗത്ത് ആഫ്രിക്കയുടെയും കൂടെ ബ്രിക്സിൽ ബ്രസീലുണ്ട്. അത് വലിയ തലവേദനയാണ്. അതിനോടൊന്ന് ചേർന്ന് നിൽക്കാൻ ഇപ്പം എന്താ സംഭവിക്കുക? അതിനോടൊന്ന് ചേർന്ന് വെനിസുലെ ആ കൂട്ടത്തിൽ നിൽക്കും, ചിലി നിൽക്കും. ഇനി മിണ്ടാൻ നിൽക്കുന്ന രാജ്യമുണ്ട് അർജന്റീന, ബൊളീവിയ ആ കൂട്ടത്തിൽ നിൽക്കും. അങ്ങനെയുള്ള അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ തന്നെ, ഉറുഗ്വയുണ്ട്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളൊക്കെ തന്നെ കൂടെ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിലേക്ക് ഇയാൾ പോകുന്നു. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ പോരാട്ട വീര്യം നമുക്ക് തന്നെ തോന്നുന്നുണ്ട് ഉണ്ടാകുന്ന രാജ്യമാണ്. അപ്പോൾ എന്താ പെറുഗ്വേ, ആ കൂട്ടത്തിൽ പെഡ്രോ കൂടി ഇപ്പൊ ഈ വിഷയത്തിൽ അംബാസഡറെ തിരിച്ചു വിളിച്ചിരിക്കുന്നു പെഡ്രോ. 2 കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒന്നിപ്പോ അദ്ദേഹം ഈ 20-ാം തീയതിയാണ് അല്ലേ, 20-ാം തീയതിയാണ് കഴിഞ്ഞ ദിവസം ഏകപക്ഷീയമായിട്ട് പറയുകയാണ്, ഞങ്ങൾ 2 കാര്യം ചെയ്യും. നിങ്ങൾ എങ്ങോട്ടാണ് ഈ കൊക്കെയിൻ കടത്തിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾ പരിശോധിക്കും. ഇയാൾ ആര് പരിശോധിക്കാൻ? അയാൾക്ക് എന്ത് കാര്യമുണ്ട്? അപ്പം അയാൾ പറയുന്ന ന്യായം ഇത് അമേരിക്കയിലേക്ക് ഈ സാധനം വരുന്നുണ്ടെങ്കിൽ ആരായതിന് ഉത്തരവാദി? അയാളെ നാട്ടിൽ തടഞ്ഞോട്ടെ. മാത്രമല്ല വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ട്രംപ് ഉൾപ്പെടെയുള്ളവർക്ക് ഇത് ആവശ്യമുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ടല്ലേ അങ്ങോട്ട് ചെയ്യുന്നത്. ഗുണഭോക്താവ് ഉണ്ടായിട്ടല്ലേ മയക്കുമരുന്ന് ചെല്ലുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നിയമങ്ങളെ ലംഘിക്കുന്നു, നമ്മുടെ നാട്ടുകാരെ തകർക്കുന്നു. ഞാൻ താരിഫ് അടിച്ചു തരും എന്നാ പറയുന്നത്. ആകെ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള താരിഫാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നിയമാനുസൃതം ആളുകൾ ഇറക്കുന്നത് പല പേരിൽ സംസ്കരിച്ചെടുത്തിട്ട്. പക്ഷേ താരിഫുകൾ നിൽക്കൂല. ഇത് വലിയ തോതിൽ വരും. യുഎനും OAS-ഉം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. UN ഇടപെടുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം UN ഇപ്പോ വലിയ വോയിസ് ഇല്ല. പക്ഷെ മറ്റേ സാധനം സജീവമാണ്. കുറച്ച് കാലത്തിന് ശേഷം OAS അങ്ങനെയല്ല, ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് ആണ്. അമേരിക്കൻ സ്റ്റേറ്റ്സ് പറഞ്ഞാൽ സൗത്ത് പ്ലസ് നോർത്ത് ആണ്. നോർത്തും സൗത്തും കൂടി ചേരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് അമേരിക്കയ്ക്ക് ഇപ്പോൾ US-നെതിരെയുള്ള വലിയൊരു മുന്നണിയായി തീരും. എന്തുകൊണ്ടെന്നാൽ കാനഡയും മെക്സിക്കോയും ഒക്കെ US-നെതിരാണ്. കാനഡയും മെക്സിക്കോയും വമ്പന്മാര് തന്നെ അമേരിക്കക്കെതിരായി നിൽക്കുകയാണ്, US-നെതിരെ. അപ്പോൾ ഈ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് എങ്ങനെ നിൽക്കും? അക്കൂട്ടത്തിൽ കൊളംബിയൻ പ്രശ്നം വന്നാൽ എന്ത്? അമേരിക്കയെ നിലക്ക് നിർത്താൻ അവർ തീരുമാനിക്കും. വലിയ ഭീഷണിയായിട്ട് വരും അമേരിക്കക്ക്. ഏതായാലും ഇപ്പൊ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അമേരിക്കൻ ഐക്യനാടുകൾ എന്നവർ പറയുന്നത് ഇവർ സ്വന്തം രാജ്യത്തിന് പേരിട്ടതാ. അമേരിക്കൻ ഐക്യനാടുകൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണല്ലോ US. ഐക്യം എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല. ഇല്ല, ഇപ്പൊ ഇതാ ഐക്യപ്പെടാൻ പോകുന്നു. അമേരിക്കൻ നാടുകളൊക്കെ ഐക്യപ്പെടാൻ പോകുന്നു. ആർക്കെതിരെ? ആർക്കെതിരെ? സാക്ഷാൽ ഇവർ ഈ പറയുന്ന ഐക്യനാടുകൾക്കെതിരെ. അതാണ് ഏറ്റവും, അതായത് ഐക്യനാടുകൾക്കെതിരെ അമേരിക്കൻ ഐക്യം വരുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ സംഭവവികാസം. അത് തീർച്ചയായിട്ടും ഈ സമയത്ത് പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടാവും. കാരണം അമേരിക്കയിലേക്കാണ് വലിയ തോതിൽ വിപണി, കൊളംബിയയുടെ കച്ചവടങ്ങളൊക്കെ. ഇത് മാത്രമല്ല കേട്ടോ, കൊക്കെയിൻ തീർച്ചയായിട്ടും കൊക്കെയിൻ ഉൽപ്പന്നങ്ങൾ പലതരത്തിൽ പോകുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങളിലൊക്കെ ഒരു ചെറിയ ലഹരി ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വലിയ മാർക്കറ്റ് ചോക്ലേറ്റ് ആയിട്ടും അതുപോലെ അതിന്റെ കാപ്പിയുണ്ട്, പൂക്കളുണ്ട്. പൂക്കൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓയിൽ ഫ്ലവേഴ്സ് ആണ് കാര്യമായിട്ട്. നല്ല ഭംഗിയാണ് കൊളംബിയ പൂക്കൾ, സാമാന്യ മനോഹരമായ പൂക്കൾ എല്ലാം പോകുന്നുണ്ട്. എന്തായാലും ഇത് ഈ ഐക്യനാടുകൾക്കെതിരായി ഐക്യം രൂപപ്പെടുന്നത് കരുതിയിരിക്കണം ട്രംപ്. അതെ. അപ്പോൾ പക്ഷെ കൊളംബിയക്കും പ്രശ്നങ്ങളുണ്ടാവും. കാരണം $40 ബില്യൺ ഒക്കെ ഒരു വർഷം, 40 ബില്യൺ, 24 കണക്കാണ് റിപ്പോർട്ടിൽ പറയുന്നത്. $40 ബില്യൺ ഒക്കെ
കയറ്റുമതി വ്യാപാരമാണ് നടക്കുന്നത്. അത് നിന്നുപോയാൽ അവരുടെ സമ്പദ്ഘടനയെ ബാധിക്കുമായിരിക്കും. പക്ഷേ അത് ഫൈറ്റ് ഇപ്പോൾ ഉള്ള അവരുടെ ആകാശം കുറച്ചുകൂടി തുറസാണ്. അവരുടെ തൊട്ടപ്പുറത്ത് ഈ ബ്രസീലുണ്ട്, അവർക്ക് വേണമെങ്കിൽ അവരുടെയൊക്കെ സഹായിക്കാൻ. മാത്രമല്ല അമേരിക്കക്കെതിരായ ഒരു സഹായം വേണമെന്ന് ഉറക്കെ നിലവിളിച്ചാൽ മതി, ഓടി വരാൻ ഇപ്പോൾ റഷ്യയും ചൈനയൊക്കെ റെഡിയാണ്. അതുകൊണ്ട് പുതിയൊരു അന്തരീക്ഷം തിരിഞ്ഞു വരികയാണ്. ഒടുവിൽ അമേരിക്കക്ക് സ്വന്തം തറവാട്ടിലും ശത്രുക്കൾ അമേരിക്കയെ വളഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.